Hi, hello, my dear students. My dear children, we are starting part 4 video of our chapter 11 Feudalism and the Medieval World. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഫ്യൂഡലിസം ആൻഡ് ദ മെഡീവിയൽ വേൾഡിൻ്റെ പാർട്ട് 4 വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. പാർട്ട് 3 വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് ഈ പാർട്ട് 4 വീഡിയോ. ശരിക്കും പാർട്ട് 3 വീഡിയോയിൽ ടീച്ചർ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ടായിരുന്നു. അതുമാത്രമാണ് നമ്മുടെ ഈ പാർട്ട് 4 വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഒരു 10 മിനിറ്റിൻ്റെ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. കാരണം പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ ഇസ്ലാമിക് നേഷൻസിനെ പറ്റി പഠിച്ചു. നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദ് അറബ് നേഷൻസിൻ്റെ ഒരു യൂണിഫിക്കേഷൻ എങ്ങനെ നടത്തി, എന്താണ് ഹിജ്റ, അതുപോലെ തന്നെ പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം അറേബ്യ ഏതൊക്കെ രാജവംശങ്ങളാണ് ഭരിച്ചത്, അതിലെ പ്രധാനപ്പെട്ട എംപറേഴ്സ് ആരൊക്കെയായിരുന്നു, അങ്ങനെ നമ്മൾ പഠിച്ചതിൻ്റെ ഒരല്പം കൂടിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇതുകൂടിയാണെങ്കിൽ നമുക്ക് ഈ അറേബ്യ, ആ ഒരു മിഡീവിയൽ വേൾഡിലെ അറേബ്യയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്, അതുകൂടി പഠിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത പാർട്ട് 5 വീഡിയോയിൽ മംഗോൾ എംപററിനെ പറ്റി നമ്മൾ പഠിക്കുന്നതായിരുന്നു. ഓക്കെ, അപ്പം മംഗോൾ എംപയർ, അവിടുത്തെ പ്രധാനപ്പെട്ട എംപറേഴ്സ്, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറബ്സ് കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠന വിഭവമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രോബബിളായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. അറബ്സ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്, അറബികൾ വേൾഡിന് നൽകിയ അവരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു. നമുക്കറിയാം, ഈ അറബ്സ് അവർ ട്രേഡേഴ്സ് ആയതുകൊണ്ട് തന്നെ, അവർ മെർച്ചൻസ് ആയതുകൊണ്ട് തന്നെ അവർ ധാരാളം ആ മിഡീവിയൽ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരായിരുന്നു ഈ അറബ്സ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന ന്യൂ ടെക്നോളജി, ന്യൂ ഇൻഫർമേഷൻ, സയൻസ്, ടെക്നോളജി, ഇതെല്ലാം അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരെ സ്പ്രെഡ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ആ അറിവ് പകർന്നു കൊടുക്കുകയും അങ്ങനെയുള്ള വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു വിഭാഗം ആൾക്കാരാണ് ഈ അറബ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അത്ര വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് അറബ്സ് നമ്മുടെ ഈ ലോകത്തിന് നൽകിയിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ദ അറബ്സ് പീപ്പിൾ ഇൻട്രൊഡ്യൂസ് എ യുണീക്ക് കൾച്ചർ ആൻഡ് ആൻ എഫിഷ്യൻറ്റ് ഗവൺമെൻറ്. അപ്പോൾ അന്നത്തെ ഒരു മിഡീവിയൽ കാലഘട്ടത്തിലെ ഒരു എഫിഷ്യൻറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുകയില്ല. കാരണം എന്താണ്, അന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ കൂടുതൽ സൈന്യമൊക്കെ ഉള്ള ആളുകളെ മറ്റാളുകളെ ആക്രമിക്കുക, അവരുടെ രാജ്യം കൈവശപ്പെടുത്തുക, അങ്ങനെ എപ്പോഴും യുദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഈ മിഡീവിയൽ ടൈം. അല്ലാതെ ഒരു രാജ്യത്തിൻ്റെയും അതിർത്തിയെ ബഹുമാനിക്കുകയോ ആ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര കാര്യങ്ങളെ ബഹുമാനിക്കുകയോ അതിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഇടപെടാതിരിക്കുക, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒന്നും ആ കാലത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തെയും കീഴ്പ്പെടുത്തുക, അവരെ ആക്രമിക്കുക, അവരെ ഡിഫീറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു മിഡീവിയൽ കാലഘട്ടം. അന്ന് ഒരു എഫിഷ്യൻറ്റ് ഗവൺമെൻറ്, ഒരു യുണീക്ക് കൾച്ചർ, ഇതൊക്കെ ലോകത്ത് കാണിച്ചു കൊടുത്തവരാണ് അറബ്സ്. അപ്പോൾ ഒരു എഫിഷ്യൻറ്റ് ഗവൺമെൻറ് എന്താണെന്ന് അറബികളാണ് കാണിച്ചു കൊടുത്തത്. ഖലീഫമാരുടെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, പ്രോഫറ്റ് മുഹമ്മദിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, ഉമയ്യാദ് ഡൈനാസ്ട്രി, അബ്ബാസിഡ് ഡൈനാസ്ട്രി പോലുള്ള ഡൈനാസ്ട്രികളുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും വളരെ പവർഫുള്ളായിരുന്നു, വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കിയേ. ദ അറബ് പീപ്പിൾ ദേ ഇൻട്രൊഡ്യൂസ് എ യുണീക്ക് കൾച്ചർ ആൻഡ് ആൻ എഫിഷ്യൻറ്റ് ഗവൺമെൻറ്. They were able to achieve a lot of progress in the field of education. അപ്പോൾ എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ അറബ്സ്. സോ ദേ വെർ ഏബിൾ ടു അച്ചീവ് എ ലോട്ട് ഓഫ് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ്
education. It was Arabs who contributed algebra and Arabic numerals to the world. അപ്പോൾ അറബിക് ന്യൂമറൽസും ആൾജിബ്രയും നമുക്കറിയാം മാത്സിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഈ ആൾജിബ്ര. ഈ ആൾജിബ്രയും അറബിക് ന്യൂമറൽസും ലോകത്തിന് സംഭാവന ചെയ്തു എന്നതാണ് അറബികളുടെ മറ്റൊരു കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആൾജിബ്ര ആൻഡ് അറബിക് ന്യൂമറൽസ്. ദെൻ സീറോ, വിച്ച് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ, വാസ് സ്പ്രെഡ് ടു ദ ഹോൾ വേൾഡ് ബൈ ദ അറബ്സ്. നോക്കിക്കേ, സീറോ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. ഇറ്റ് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ, ബട്ട് ഇറ്റ് വാസ് സ്പ്രെഡ് ടു ദ ഹോൾ വേൾഡ് ബൈ ദ അറബ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അറബികൾ മർച്ചൻസ് ആയിരുന്നു, അവർ ട്രേഡേഴ്സ് ആയിരുന്നു, അവർ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ച, ഇന്ത്യ കണ്ടുപിടിച്ച സീറോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം, മാത്തമാറ്റിക്സിലെ വലിയൊരു കണ്ടുപിടുത്തമാണ് സീറോ, അല്ലേ? സീറോ ഇല്ലാത്ത മാത്സിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എങ്ങനെ നമ്മൾ ഈ ന്യൂമറൽസൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. അപ്പോൾ സീറോ എന്ന് പറയുന്നത് വളരെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ആ ഒരു കണ്ടുപിടുത്തത്തെ ലോകം മുഴുവൻ എത്തിച്ചത് അറബികളാണ്. ദേ സ്പ്രെഡ് ടു ദ ഹോൾ വേൾഡ്. ദെൻ ദ അറബ്സ് വെയർ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് മെനി കെമിക്കൽ പ്രോസസ്സസ് ഇൻ കെമിസ്ട്രി. കെമിസ്ട്രിയിൽ ഇവരുടെ സംഭാവന വളരെ വലുതാണ്. കെമിസ്ട്രി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെ തന്നെ ഇത്രയും ഡെവലപ്പാക്കി മാറ്റിയത് അറബികളാണ്. ദ അറബ്സ് വെയർ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് മെനി കെമിക്കൽ പ്രോസസ്സസ്. അപ്പം അതിനെ റിസർച്ചേഴ്സൊക്കെ ഇരുന്ന് ലാബുകളിലെ പല പല കെമിക്കൽ പ്രോസസ്സൊക്കെ നടത്തി പുതിയ പുതിയ ഇൻവെൻഷൻസ് അവർ നടത്തി. സോ അറബ്സ് വെയർ ദ ഇൻവെൻറ്റേഴ്സ് ഇൻ മെനി കെമിക്കൽ പ്രോസസ്സസ് ഇൻ കെമിസ്ട്രി. ദേ വെയർ ഓൾസോ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ഓപ്റ്റിക്സ്. അവരാണ് ഓപ്റ്റിക്സിൻ്റെ ഇൻവെൻറ്റേഴ്സ്. ഓപ്റ്റിക്സ്. Then they had knowledge about tuberculosis, smallpox, stomach cancer and plague. നോക്കിക്കേ, അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡിസീസസ് ആയിരുന്നു ഈ പറയുന്നതെല്ലാം. അതിനൊന്നും അന്ന് കാലത്ത് പല രാജ്യങ്ങൾക്കും മരുന്നില്ലായിരുന്നു. ധാരാളം ആളുകൾ ഈ പറയുന്ന രോഗങ്ങളാൽ അന്ന് മരിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് വളരെ പതറ്റിക്കായിട്ടുള്ള സിറ്റുവേഷനായിരുന്നു. എന്നാൽ അറബികൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല നോളജ് ഉണ്ടായിരുന്നു. അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെയുള്ള നോളജും മെഡിസിനും ഉണ്ടായിരുന്നു. നോക്കിക്കേ, ദേ ഹാഡ് നോളജ് അബൌട്ട് ട്യൂബർകുലോസിസ്. നമ്മൾ TB എന്ന് പറയുന്ന രോഗം, ട്യൂബർകുലോസിസ്. ഇപ്പോൾ അതൊക്കെ കൺട്രോൾഡ് ആണ്, അതിനൊക്കെ മരുന്നുകളുണ്ട്. പക്ഷേ അന്ന് കാലത്ത് ട്യൂബർകുലോസിസ് വരുന്ന ആളുകൾ മരിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ സ്മോൾ പോക്സ്, അതിനും മരുന്നുകളില്ലായിരുന്നു. പിന്നെ സ്റ്റൊമക് ക്യാൻസർ, നമുക്കറിയാം ക്യാൻസറിനെ പറ്റിയുള്ള പിന്നെ പഠനങ്ങളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെയാണ് അതൊക്കെ ആയി വരുന്നത്. പക്ഷേ അറബികൾക്ക് ഈ പറയുന്ന മിഡീവിയൽ ടൈമിൽ തന്നെ സ്റ്റൊമക് ക്യാൻസർ, ദെൻ പ്ലേഗ്, നമുക്കറിയാം ബ്ലാക്ക് ഡെത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്യൂഡലിസത്തിൻ്റെ കാലത്തുണ്ടായ വലിയൊരു എപ്പിഡമിക്കായിരുന്നു ഈ പ്ലേഗ്. അതിനെപ്പറ്റിയും അതെങ്ങനെ നമുക്ക് അതിൻ്റെ മരുന്ന്, അതിനെ തടയുന്ന വിധമൊക്കെ ഇവർക്കറിയായിരുന്നു. ദേ ഹാഡ് നോളജ് അബൌട്ട് ട്യൂബർകുലോസിസ്, സ്മോൾ പോക്സ്, സ്റ്റൊമക് ക്യാൻസർ ആൻഡ് പ്ലേഗ്. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ നോക്കിയേ, മെഡിസിൻ രംഗത്തുണ്ട്, ഹെൽത്ത് രംഗത്തുണ്ട്, കെമിസ്ട്രിയിലുണ്ട്, മാത്തമാറ്റിക്സിലുണ്ട്, കൾച്ചറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലുണ്ട്, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഇൻ ഓൾ സ്പിയേഴ്സ് വി ക്യാൻ see the contribution of Arabs. അപ്പോൾ എല്ലാ രംഗത്തും അറബികളുടെ ഒരു കോൺട്രിബ്യൂഷൻ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ സീറോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് എത്ര പോയിൻറ്റ്സ് എന്ന് നോക്കിയേ, 6-7 പോയിൻറ്റ്സ് നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചോടെ. ദെൻ അറബ്സ് കോൺട്രിബ്യൂഷൻ ഇൻ അതർ ഫീൽഡ്സ്. മറ്റ് ഫീൽഡുകളിലും ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് ലിറ്ററേച്ചർ, ജിയോളജി, മെഡിസിൻ, ഇങ്ങനെയുള്ള രംഗത്തുള്ള മറ്റ് കോൺട്രിബ്യൂഷൻ. അത് പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റിൻ്റെ പേര് ഫീൽഡ് ബുക്ക്. അൽ-റാസി, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. മെഡിസിൻ്റെ രംഗത്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അദ്ദേഹം ആ ഒരു രംഗത്തൊരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്, കിതാബ് അൽ ഹവി. ദെൻ അഡ്വിൻസ്ന ഓർ ഇബൻ സിന, അവിസ്ന ഓർ ഇബൻ സിന. നമ്മൾ സാധാരണ കാണുന്ന ഇബൻ സിന എന്നുള്ള പേരാണ് കാണുക. അദ്ദേഹവും ഒരു മെഡിസിൻ രംഗത്തുള്ള ഒരു ഡോക്ടർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരിനാണ് അൽ ഖ്വാനം ഫിത്ത്. ദെൻ അൽ ബിറൂണി,
അദ്ദേഹം ജിയോളജിസ്റ്റ് ആയിരുന്നു. ജിയോളജി, മണ്ണിനെ പറ്റിയും അല്ലേ ഒക്കെയുള്ള പഠനമാണ് ജിയോളജി. ദെൻ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് നോക്കിയേ, താഹിക് മാലിൽ ഹിന്ദ്. അടുത്തത് 2 ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട 2 ആളുകളാണ്. ഉമർ ഖയ്യാം, അദ്ദേഹം ഒരു പോയറ്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിസ്റ്റ് ആയിരുന്നു. ഉമർ ഖയ്യാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് റുബായിയാത്ത്. ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ്, അങ്ങനെ 1 വേർഡ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉമർ ഖയ്യാമിൻ്റെ പുസ്തകത്തിൻ്റെ പേര് റുബായിയാത്ത്. ദെൻ ഫിർദൗസി, അനദർ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്. അദ്ദേഹവും ലിറ്ററേച്ചറിൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഷഹനാമ. ഫിർദൗസി, ഉമർ ഖയ്യാം, റുബായിയാത്ത്, ഷഹനാമ, ഫിർദൗസി. ഓക്കെ, അപ്പോൾ ഇത് അറബികളുടെ ലോകത്തിന് തന്നെ തന്ന വലിയ പുസ്തകങ്ങളാണ്, ഈ ബുക്സൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ബുക്കുകളുടെയൊക്കെ പേര് ഓർക്കുക. മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് റീജിയൻസ് മിഡീവിയൽ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഒന്ന്, അവരുടെ കോൺട്രിബ്യൂഷൻ, അറബ്സ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത മംഗോൾ എംപയറുമായിട്ട് ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഹാരുൺ അൽ റഷീദ് നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ പഠിച്ചതാണ്. ഹാരുൺ അൽ റഷീദ്, ഇദ്ദേഹവും പോയറ്റും ഒരു അതുപോലെ നോവലിസ്റ്റും ഒക്കെയാണ്. ഇദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു എന്നും ചരിത്രത്തിൽ കാണുന്നുണ്ട്, ഹാരുൺ അൽ റഷീദ്. ഓക്കെ, താങ്ക് യു.